ഞങ്ങളുടെ വീട് കൊറ്റമ സ്വദേശത്താണ്. ഞങ്ങൾക്കൊരു വീട് പണിയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തൊരു സ്ഥലത്ത് ഈ അമ്പി ബിൽഡേഴ്സ് വന്നിട്ടുണ്ടായി. അപ്പോൾ അവരെ കണ്ടു, മറ്റു പലരെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അമ്പി ബിൽഡേഴ്സായിട്ട് സംസാരിച്ച് ഞാൻ ആദ്യം എൻ്റെ ഒരു പഴയ വീട് മെയിൻ്റനൻസിനാണ് അവരെ വിളിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കിന്ന് റോഡ് സൈഡിൽ ഇത്തിരി സ്ഥലമുണ്ട്, അപ്പോൾ അത് കാണണമെന്ന് പറഞ്ഞാൽ അവർ കണ്ടു. പിറ്റേ ദിവസം അവർ സ്കെച്ചും പ്ലാനൊക്കെ വരച്ചു കൊണ്ട് വന്നിട്ട് ചേട്ടൻ റോഡ് സൈഡിൽ ഇത്രയും നേരം സ്ഥലം കിടക്കുമ്പോൾ എന്തിനാണ് ഈ പഴയ പേരെ കുത്തിപ്പൊളിച്ചത് ആക്കണേ, ചേട്ടൻ നല്ലൊരു വീഡിയോ നമ്മൾ ഉണ്ടാക്കിത്തരാം, നല്ല സ്റ്റൈലായിരിക്കും, ചേട്ടൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഭംഗിയായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് മറ്റു പലരോടൊക്കെ നമ്മൾ ചോദിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് ഇത്തിരി കൂടി വ്യത്യസ്തമായിട്ട് തോന്നി ഇവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും. അങ്ങനെ നമ്മളവരായിട്ട് ഡീൽ ചെയ്തു, പണി തുടങ്ങി. പണിയിൽ നല്ല ആത്മാർത്ഥത ഉണ്ടായി. നമ്മൾ സ്വന്തം ചെയ്യുന്നതിനെ കൂടെ അല്പം കൂടി ആത്മാർത്ഥത അവർ കാണിച്ചു. ഒരു വർക്കർ എന്ന നിലയിൽ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് പണിയുമ്പോൾ എല്ലാവരും പണിതത് സഹോദരന് പണിത് കൊടുക്കുന്ന രീതിയിൽ അവർ കൂടെ നിന്ന് എല്ലാം പറഞ്ഞും ചെയ്യിപ്പിച്ചും നമ്മൾ പറയുന്നത് കേട്ടും വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനും വിചാരിച്ചാലും അല്പം കൂടി ഭംഗിയാക്കിയായിട്ടാണ് വീട് പണിതത്. ഇത് ഒരു 6 സെൻറ്റ് സ്ഥലമാണ്. ഈ 6 സെൻറ്റ് സ്ഥലത്തിൽ ചെയ്യാവുന്നതൊക്കെ അവർ മാക്സിമം ചെയ്ത് വളരെ സന്തോഷമായൊരു വീടാണ് നമുക്ക് ഉണ്ടാക്കി തന്നത്. അതിൽ ഞങ്ങൾ സാറ്റിസ്ഫാക്ഷനാണ്. വീട് ഉണ്ടാവണമെന്നുള്ളത് വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു വീട്. അമ്പിളിയോടും ചേട്ടനോടും വളരെയേറെ നന്ദിയുണ്ട്. എന്ന് വെച്ചാൽ അവര് ഞങ്ങളെ സ്വന്തം സഹോദരൻ, ഒരു സഹോദരൻ്റെ വീട് ചെയ്തു തരുന്ന പോലെ തന്നെ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ പോലെ തന്നെ കൂടെ നിന്ന് ഇത് ചെയ്തു തന്നു. അതിൽ അവരോട് തീരാത്ത കടപ്പാടും നന്ദിയുണ്ട്. അമ്പിളി, ബിജു, അമ്പിളിയുടെ ഭർത്താവ് ബിജു, അദ്ദേഹത്തിൻ്റെ അനിയൻ ബിനു, ഇവർ 3 പേരും വളരെ സൗഹാർദ്ദ ഒറ്റ കുടുംബം പോലെ നല്ല രീതിയിൽ ഞങ്ങളായിട്ട് സുഹൃത്തുക്കളും കൂട്ടുകാരും ഒന്നും വേണ്ട പറയാൻ പറ്റാത്ത രീതിയിൽ ഇംഗ്ലിങ് ആയി. അങ്ങനെ വളരെ സന്തോഷത്തിലാണ് പോയേ. അതുകൊണ്ട് നല്ലൊരു ആത്മാർത്ഥത നമുക്കിവിടെ കിട്ടുകയും ചെയ്തു. എന്നിൽ നിന്ന് അവർക്കും നല്ലൊരു ആത്മാർത്ഥത കിട്ടി. അപ്പോൾ അവരോട് പറയാൻ പറ്റാത്ത വാക്കുകളിലൂടെ ഞങ്ങൾ സന്തോഷവാനായിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് കാര്യങ്ങളൊക്കെ ഭംഗിയായി കൃത്യത്തിന് തന്നു. അതിന് അവരോട് നന്ദി പറയുന്നു. പ്രത്യേകം അമ്പി വില്ലേജ് നന്നായി വരട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.